കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മോഡിംഗ് ആണ് ചെയ്യുന്നത്. മോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഒരു ആംപ്ലിഫയറായിട്ട് മാറ്റുകയാണ്. ഇത് കാസറ്റ് ഡെക്ക് എന്നുള്ള രീതിയിൽ കാണുകയേ വേണ്ട, മെക്കാനിസം ഒന്നും വർക്കിംഗ് അല്ല. ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ എങ്ങനെ മോഡ് ചെയ്യാം, അതായത് ഇതിപ്പോൾ പവർ കുറഞ്ഞ ബോർഡാണ്, 10+10 വാട്ട്സ് മാക്സിമം ഇത് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുള്ളൂ. LA4440 AC ആണ്. ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് 10 വാട്ട്സ് കിട്ടുള്ളൂ. ഒറിജിനൽ ആയിരുന്നെങ്കിൽ 19 വാട്ട്സ് എങ്കിലും നമുക്ക് കിട്ടിയാണ്, 19 വാട്ട്സ് കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് മാറ്റി നമ്മൾ കുറച്ച് പവർഫുള്ളായിട്ട് 5001943 കോമ്പിനേഷൻ ഉള്ള ബോർഡാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 95 വാട്ട്സ് പെർ ചാനൽ കിട്ടും എന്നാണ് പറയുന്നത്. ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ ഒരു ബോർഡ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 2N3773 ട്രാൻസിസ്റ്റർ വരെ ചെയ്തിട്ടുള്ളായിരുന്നു. 5001943 എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ, ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. അതുകൊണ്ട് അറിയാവുന്നവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഇത് ജസ്റ്റ് കറക്റ്റ് ഒരു അസംബ്ലിങ് ആണ്. ഇത് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയതായിട്ട് ചെയ്യുകയാണ്. ഈ ഒരു ബോർഡാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഫെൻഡർ ഇലക്ട്രോണിക്സിൻ്റെ ബോർഡാണ്. അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ, ക്യാൻ ടൈപ്പ് കപ്പാസിറ്റർ, അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സലിൻ്റെ 3-way ടോൺ കൺട്രോൾ ബോർഡ്, അതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതായിരിക്കും വെക്കുന്നത്. 27027 5 ആംപിയർ ട്രാൻസ്ഫോമർ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. ഈ ട്രാൻസ്ഫോമർ, ഈ ബോർഡ്, വോളിയം കൺട്രോളൊക്കെ നമ്മൾ ഇത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, നല്ല വോളിയം കൺട്രോൾ ആണെങ്കിൽ. പിന്നെ LED V മീറ്റർ ഉണ്ട്, അതിൻ്റെ കണക്ഷൻ കൊടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വയറൊന്നും അധികം ഇളക്കാതെ, നശിപ്പിക്കാതെ നമുക്കിതെല്ലാം ഊരി മാറ്റി വെക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു USB മൊഡ്യൂൾ അവിടെ ഇരിക്കുകയാണ്. അത് കൺഫ്യൂഷനാണ്, ഇളക്കണോ വേണ്ടോ അതോ ബാക്കിൽ ഫിറ്റ് ചെയ്യണമെന്ന്. കാരണം നമുക്ക് ഒരു ദിവസത്തെ ടൈമേ ഉള്ളൂ. ഒരു ദിവസത്തെ ടൈമിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുടെ ഇടയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഷോപ്പൊന്നുമല്ല, വീട്ടിൽ ചെയ്യുന്നുണ്ട്, ടൈം കുറവാണ്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിൽ ചിലർ കമൻറ്റിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ട്രാൻസ്ഫോമർ ആണ് വെക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് വെക്കേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത്, ഇപ്പം നമുക്ക് ഹോള് ഡ്രിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മളിത് പാതിരാത്രിയാണ് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കിയാൽ നമുക്ക് നോയ്സ് ആവും, അപ്പുറത്ത് വീട്ടുകാർ തന്നെ ഓടിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ കൺട്രോൾ ബോർഡ് ഈ ടോൺ കൺട്രോൾ ബോർഡാണ്. ഇത് നമ്മുടെ സ്ഥിരം യൂസ് ചെയ്യുന്ന ബോർഡാണ്. ഇതാണ് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഇത് 3 ചാനലാണ്, 2.1 ഉള്ളതാണ്. നമ്മൾ ജസ്റ്റ് 2 റിലേ ഉള്ളതുകൊണ്ട് 2 ചാനൽ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ, സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നത് 27027 5 ആംപിയർ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത്. 4 ട്രാൻസിസ്റ്ററാണ്. 5001943 ആണ് ഇതിനകത്ത് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. 5001943 ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഹെവിയാണ്. പാക്കിങ്ങിലും ട്രാവലിങ്ങിലൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഇതിൻ്റെ ലെഗൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു പോകുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഈ പ്ലെയർ വെച്ചിട്ടൊന്ന് പിടിച്ചൊന്ന് നോത്താൽ മതി, ഒരുപാട് പിടിയെടുക്കാതിരിക്കാം. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് 5 ആംപിയർ കിട്ടുന്നില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം റേറ്റ് വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഈ പറയുന്ന ഡുവൽ പവർ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PCB. ഇതിൽ നമ്മൾ AC ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ DC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 27027 ആണ്. അപ്പോൾ DC ആക്കി നമുക്ക് ഏകദേശം 34 വോൾട്ട് DC വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് PCB. ഇത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ്, ക്യാൻ ടൈപ്പ്. ഇതിനകത്ത് വരുന്നത് 50 വോൾട്ട് 1000 UF-ൻ്റെ കെൽട്രോണിൻ്റെ ഒറിജിനൽ കപ്പാസിറ്ററാണ്. അത്യാവശ്യം വിലയുള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് നമ്മളൊന്നുമില്ല, ഈ PCB വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗ് നോക്കി കറക്റ്റായിട്ട് ഇറക്കി വെക്കുക, സോൾഡർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. സോൾഡർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കയറ്റി വെക്കുക, സോൾഡർ ചെയ്യുക. ഇതിനകത്ത് മാർക്കിംഗ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഡയോഡ് ഇത് നമുക്ക് കയറ്റി വെച്ചാണ് തന്നെ. അപ്പം അത് ഡയോഡിൻ്റെ മാർക്കിങ്, അതിൻ്റെ PUN ജംഗ്ഷൻ നോക്കി കൊടുക്കുക. ഇവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ ഈ ഒരു മാർക്കിംഗ്, ഇപ്പോൾ ബേസിക് കാര്യമാണ് പറയുന്നത്. ഈ ഒരു മാർക്കിംഗ് ആണ് 6 ആംപിയർ ഡയോഡ് എന്ന് എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ഒരു ആഷ് കളറിലെ വര ഈ കറന്ന വരയിലനുസരിച്ച് ഇതിലേക്ക് കയറ്റി വെക്കുക. ഈ ഒരു ബോർഡിൽ നമുക്ക് പവർ സപ്ലൈയുടെ സെക്ഷൻ വന്നിട്ടില്ല. പവർ സപ്ലൈയുടെ സെക്ഷനാണ് ഇത്. നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലെഗ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരിക്കലും സോൾഡർ ചെയ്യില്ല. അത് ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതൊരു ഭാവിയിൽ ഒരാൾക്ക് സർവീസ് ചെയ്യുന്ന സമയത്താണ് അയാൾക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണിത്. ഇപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് പിന്നെ കുറച്ച് ലെഡ് ഒഴിച്ച ട്രാക്ക് ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തി. കാരണം ആ ഒരു DC വോൾട്ട് ഫുള്ളായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ
ചെയ്യുന്നത്. ഈ ഒരു കേസിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം കുറച്ച് ആംബിയർ പിടിക്കുന്ന ഒരു ബോർഡാണ്. അത്യാവശ്യം ബേസ് കയറ്റി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റായിട്ട് നമുക്ക് ഡ്രോപ്പ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രാക്ക് അങ്ങനെ സോൾഡർ ചെയ്തത്. അത്യാവശ്യം വൃത്തികേടായിട്ടാണ് പോയേക്കുന്നത്. കുറച്ച് ലെഡ് അധികം പോവും, എങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്യുക. അത് ഗ്രൗണ്ടിൻ്റെയും ചെയ്യുക. ഇത് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 15 വോൾട്ട് DC ആണ് വേണ്ടത്. ആ ഒരു 15 വോൾട്ട് DC എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 12 വോൾട്ട് 12 ഇൻപുട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് DC നമുക്ക് കിട്ടും. അതിൽ തന്നെ ബോർഡ് വർക്ക് ചെയ്തോളും. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ റിലേ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ സപ്ലൈ നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ബോർഡിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 27 വോൾട്ട് പ്ലസ് VE, 27 വോൾട്ട് മൈനസ് VE, അതുപോലെ GND അതായത് ഗ്രൗണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ നമ്മുടെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. പ്ലസ് മൈനസ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഈ ഒരു ബോർഡിൽ ഈ AC ലോഗോ കാണിച്ചെടുത്താണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 2 AC ലൈൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെൻറ്റർ ടാപ്പിംഗ് അതായത് ഗ്രൗണ്ട് വരുന്നത് നമ്മൾ ഈ ഒരു ഹോളിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത്. നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഗ്രൗണ്ടാണത് അവിടെ കൊടുക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്. DC ഔട്ട്പുട്ട് നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് -V + V ഗ്രൗണ്ട്. ഈ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നങ്ങളാണ് ഈ ഫോക്കസിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പം ഇതിൽ കാണിച്ചിട്ട് പോലുള്ള +V -V അതേപോലെ തന്നെ വയർ നിങ്ങൾ സോൾഡർ ചെയ്യുക, ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് DC ഒരു 32-34 വോൾട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കിട്ടും. പക്ഷേ ഇതിലെഴുതിയിരിക്കുന്നത് 27 വോൾട്ടാണ്. അത് പ്രശ്നമില്ല, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് കൊടുത്താലും വർക്ക് ചെയ്തോളും. അപ്പോൾ എന്തായാലും ഈ ഒരു വയർ സോൾഡർ ചെയ്യുക ആദ്യമേ നമുക്ക്. ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തു. അത്യാവശ്യം ഗേജുള്ള വയർ തന്നെ എടുക്കുക, കാരണം നല്ലൊരു വോൾട്ട് DC വരുന്നുണ്ട്. പിന്നെ അത് അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ നമ്മൾ റെഡ് വയർ കൊടുത്തത് പ്ലസ് വോൾട്ടിനാണ്. അതായത് നെഗറ്റീവ് സപ്ലൈക്ക് നമ്മൾ ബ്രൗൺ കൊടുത്തു, ബ്ലാക്ക് ഗ്രൗണ്ടും കൊടുത്തു. അത് നമ്മൾ ബോർഡിൽ അതേപോലത്തെ മാർക്കിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് സോൾഡർ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പീക്കർ ഔട്ടിലെ ഗ്രൗണ്ട്, കോമൺ ഗ്രൗണ്ട് നമ്മൾ നേരെ സ്പീക്കർ സോക്കറ്റിലേക്ക് തന്നെ കൊടുക്കുക. റിലേയിലെ ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ സ്പീക്കറിൻ്റെ പ്ലസ് കൊടുക്കുക. അതായത് നമ്മൾ റെഡ് വരെ കൊടുക്കണമെങ്കിൽ റെഡ് ഇവിടെ കൊടുക്കുക. അതിൻ്റെ ഈ ഔട്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിൻ്റെ തന്നെ പോസിറ്റീവ് കിട്ടുന്നത്. പോസിറ്റീവ് എടുത്ത് നമ്മൾ സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ ഇൻപുട്ടിൻ്റെ അവിടെ നമ്മൾ സ്പീക്കർ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ നിന്നും വരുന്ന സ്പീക്കർ പോസിറ്റീവ് വയർ നമ്മൾ ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അതിൽ ഔട്ട്പുട്ടിൻ്റെ അവിടെ നമ്മൾ ഒരു വയർ കൊടുത്തിട്ട് അത് വേണം നമ്മുടെ സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു 12 വോൾട്ട് സപ്ലൈ വേണം. അതിൻ്റെ കണക്ഷനും കൂടി ഇടുക. സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ SP എന്ന് കാണുന്നിടത്ത് നമ്മൾ സ്പീക്കറിൻ്റെ പോസിറ്റീവ്, രണ്ടിൻ്റെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് കൊടുത്തു. അത് നമ്മൾ നേരെ കൊണ്ട് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ നേരത്തെ പറഞ്ഞാൽ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഇത് രണ്ടും പോസിറ്റീവാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിലെ പോസിറ്റീവ്. ഗ്രൗണ്ട് നമ്മൾ കോമൺ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൗണ്ടിനുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് കോമൺ ആയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗ്രൗണ്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ വരുന്ന AC 12 ഇവിടെ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ 0 സെൻറ്റർ ടാപ്പിംഗ് നമ്മൾ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ +12 0 -12. അതിൽ +12 മൈനസ് നമുക്ക് സാധാ 12 വോൾട്ട് DC ആണ്. അതിൽ നമുക്ക് ഫാന്, സ്പീക്കർ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലസും മൈനസും നമ്മൾ ഇതിലേക്ക് കൊടുത്ത് ഇതിൻ്റെ വയറിങ്ങും ചെയ്യണം. ഇതിൻ്റെ വയറിങ് വളരെ സിമ്പിളാണ്. ഇവിടെ +15 -15 എന്നുള്ളിടത്ത് നമ്മൾ നമ്മുടെ പവർ സപ്ലൈ കൊടുക്കും. പിന്നെ ബേസ്, മിഡ്, ട്രിബിള്, ബാലൻസ്, വോളിയം, ഇതിൻ്റെ എല്ലാ കണക്ഷൻ നമ്മൾ നമ്മുടെ ക്യാബിൻ്റെ ഫ്രണ്ട് പാനലിലേക്കുള്ള ലെങ്തും കൂടി നോക്കിയിട്ട് റിബൺ വയർ കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് നമ്മുടെ USB മൊഡ്യൂൾ എന്നുള്ള ഇൻപുട്ട് ഡയറക്റ്റ് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം. സെലക്ട് സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് അതിലേക്ക് കൊടുക്കും. ഔട്ട്പുട്ട് ആണ് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ടത്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കേണ്ടത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഈ ഒരു ടോൺ കൺട്രോളിൽ നിന്ന് വരുന്നുള്ള ഔട്ട്പുട്ടായിരിക്കും. അത് നമ്മൾ കൊടുക്കുന്നതില്ല, പക്ഷേ ലാസ്റ്റ് കൊടുക്കാം. നമ്മുടെ ക്യാബിനിൽ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ വയർ കട്ട് ചെയ്യുന്നത്. റിബൺ വയർ അല്ല, സീൽഡ് വയർ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. സീൽഡ് വയർ കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് പിടിപ്പിക്കും.
അപ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് വി എന്ന് എഴുതിയെടുത്തിട്ട് വേണം നമ്മൾ +15 നമ്മളിവിടെ കൊടുക്കേണ്ടത്. റെഡ് വയറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ GN എഴുതിയിരിക്കുന്ന ഒരു ഹോളിൽ നമ്മൾ നമ്മുടെ സപ്ലൈക്കുള്ള ഗ്രൗണ്ട് കൊടുത്തു. ഈ ഹോളിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിലെ സെൻറ്റർ ടാപ്പിംഗ് കൊടുക്കേണ്ടത്. അതുപോലെ V- എന്ന് പറയുന്നതാണ് നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു പോയാൽ ബോർഡിൽ ഇപ്പം കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. +15 വോൾട്ട് ഇവിടെ തന്നെ കൊടുക്കുക, -15 ഇവിടെ തന്നെ കൊടുക്കുക, സെൻറ്റർ ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുക. ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് നമുക്ക് തിരിഞ്ഞു പോയാലും പ്രശ്നമില്ല, അത് AC ആയതുകൊണ്ട് ഇവിടെയും രണ്ട് സൈഡിലെ 12 വോൾട്ട് +12 ഇവിടെ കൊടുക്കുക, ഗ്രൗണ്ട് സെൻറ്റർ ടാപ്പിംഗ് ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് നോക്കി വെക്കാം. ഇത് നമുക്ക് എടുത്ത് ഈ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ബോർഡിൻ്റെ ഇൻപുട്ട് അവരിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഇന്ന് GN എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ഇൻപുട്ട് ഒരു ചാനൽ ലെഫ്റ്റ് ഇൻപുട്ട്, ഇവിടെ ഒരു ഇൻപുട്ട് കാണാൻ പറ്റും, അവിടെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സെക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടും കൊടുത്തു. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ്യൂളിൽ നിന്നുള്ള കണക്ഷൻ ഡയറക്റ്റ് നമ്മൾ കൊടുത്തേക്കാണ്. ഒഴിച്ചിട്ട് ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൂ അങ്ങനെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 12 വോൾട്ട് DC, നമ്മുടെ VU മീറ്റർ മുതൽ തന്നെ നമ്മുടെ കൂളിംഗ് ഫാൻ, ഇങ്ങനെയുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 12 വോൾട്ട് എടുക്കുന്നത് ഈ ബോഡിയിൽ നിന്നാണ്. V+ എന്ന് പറയുന്നതാണ് നമ്മുടെ 12 വോൾട്ട് പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ നെഗറ്റീവ് നമ്മുടെ കോമൺ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ വോളിയം കൺട്രോളിലെ കണക്ഷനെ കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ഡുവൽ വോളിയം കൺട്രോൾ എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു ബോർഡിൽ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വയർ അതേപോലെ നോക്കിയും കൊടുത്താൽ മതി, മിഡും ട്രിബിളും എല്ലാം. അല്ല, നിങ്ങൾ സിംഗിളായിട്ടാണ് നമ്മൾ വോളിയം കൺട്രോൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കണക്ഷൻ ഡയഗണലിയാണ് പോകുന്നത്, വ്യത്യാസമാണ് അത്. ചിലപ്പം ഇപ്പം ഈ ട്രിബിൾ എന്ന് പറയുന്നത് മുകളിൽ ഒരു ചാനലിലെ ട്രിബിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ബേസും അതേപോലെ മുകളിലായിരിക്കും, പക്ഷേ അങ്ങനെയല്ല, ഡയഗണലിയാണ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് ചാനലിലെ ട്രിബിൾ മുകളിലാണ് എങ്കിൽ ലെഫ്റ്റ് ചാനലിൻ്റെ ബേസ് താഴെയായിരിക്കും. അങ്ങനെയാണ് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ശ്രദ്ധിച്ചത്. ഇപ്പോൾ എല്ലാവരും ഈ ഡുവൽ വോളിയം കൺട്രോൾ ഇടുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സെറ്റ് നമ്മൾ ചെയ്ത സമയത്ത് ഇതിൽ എല്ലാം സെപ്പറേറ്റ് ചാനലാണ് വരുന്നത്. ബേസ് ട്രിബിൾ എല്ലാം സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത്. ഇതെന്തായാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇവിടെ വെക്കുന്ന രീതിയിൽ നമ്മൾ വയർ അതേപോലെ നോക്കി സോൾഡർ ചെയ്താൽ മതി. അപ്പം നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 12.012 ലൈൻ നമ്മൾ നമ്മുടെ പവർ സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ 27.027 നമ്മൾ പവർ സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പീക്കർ സോക്കറ്റും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതുപോലെ 5 വോൾട്ട് സപ്ലൈ എടുക്കാനായിട്ട് നമ്മൾ റെഗുലേറ്റർ ICയുടെ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആംപ് ഓൺ ആയിട്ടുണ്ട്. 2 ചാനലിലെ LED ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. അതുപോലെ ചാനൽ തൊട്ട് നോക്കിയപ്പം നോയ്സ് വരുന്നുണ്ട്. അപ്പം സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്കൊരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആംബ് സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്, ഫുൾ വർക്കിംഗ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ വെളിയിൽ വെച്ച് അസംബിളി ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിപ്പയർ ചെയ്ത് മാറ്റാം. അല്ലാതെ ക്യാബിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വലിയ തൊല്ലയാവും. എപ്പോഴും വെളിയിൽ വെച്ച് ചെയ്യുക. അത് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ കുറച്ച് എളുപ്പമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാ വയറിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കണ്ടീഷനിൽ ഈ പറഞ്ഞ പോലെ വെളിയിൽ വെച്ച് വയറിങ് ചെയ്തെങ്കിൽ ക്യാബിനിൽ വെക്കും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി പോവുക, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഡീസോൾഡർ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസാണ്, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് വർക്കിംഗ് കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ക്യാബിനിലേക്ക് ഫിറ്റ് ചെയ്യാണ്. ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ക്യാബിനിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ ഈ ആംബ് ഡെലിവേർഡ് ആവും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. പ്രവീൺ ചേട്ടന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെല്ലാം ക്യാബിനിലേക്കൊന്ന് നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കാം.
നമ്മൾ കൂളിംഗ് ഫാനും കൂടി വെക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് കൂളിംഗ് ഫാൻ നമ്മുടെ ബോർഡിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അത്യാവശ്യം വർക്കിംഗ് ഉള്ളതുകൊണ്ട് കൂളിംഗ് ഫാൻ വെക്കുന്നുണ്ട്. അതുപോലെ 12 വോൾട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ USB ഓഡിയോയിലുള്ള 5 വോൾട്ട് റെഗുലേറ്ററിലും കൂളിംഗ് ഫാനിലും സ്പീക്കർ പ്രൊട്ടക്ഷനിലും എല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്, ഭാവിയിൽ അളക്കണമെങ്കിൽ ഈസിയായിട്ട് അളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ആമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകണം. നമുക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു, അതുപോലെ സമയമില്ല. അതുകൊണ്ട് ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വർക്ക് ചെയ്യിച്ച് നമുക്ക് വീഡിയോ അയച്ചു തരും. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആമ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ആമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ താഴെ ഇരിക്കുന്ന അക്കായുടെ സെറ്റ് നമ്മൾ തന്നെ അസംബിൾ ചെയ്ത സെറ്റാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബോൾട്ടറിൻ്റെ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ആമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ എബോട്ടിൽ കിടപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.